കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരിക്കതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേ. കർത്താവിന് മുമ്പിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കാണുകയും ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും പ്രത്യേകാൽ അഭിഷിക്തമാർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ച് ആയിരിക്കാമല്ലോ. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ കൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം 47-ാമത്തെ വേദാംശം. ലൂക്ക 1:47. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന മറിയയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് ദൂത് കൈമാറിയ സ്വർഗത്തിലെ ദൈവം. സ്തോത്രം. കർത്താവ് ദൈവത്തിൻ്റെ വലിയ മഹത്വം മറിയയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയാണ്. എലിസബത്തിനെ കാണാൻ, വിശേഷങ്ങൾ ആരാഞ്ഞറിയാൻ ആമേൻ അവളുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ആ ഭവനത്തിൽ വച്ച് തന്നെ ദൈവത്തിൻ്റെ മഹത്വം അവളുടെ മേൽ വെളിപ്പെടുകയാണ്. അതെ, മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്കറിയാവിൻ്റെ വീട്ടിൽ എത്തി. എലിസബത്തിന് വന്ദനം. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്: സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. കണ്ടോ? അപ്പോ ഏറെ നാൾ ആ ഭവനത്തിലേക്ക് പോകാതിരിക്കുകയും എന്നാൽ അവൾക്കൊരു വാഴ്ത്തത്വം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ ആ ഭവനത്തിലേക്ക് ഓടിച്ചെന്ന് ആ ഭവനത്തിലേക്ക് ചെന്നിട്ട് എലിസബത്തിനോട് കൈകൊടുത്തു പിണക്കം മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ചില അഴിച്ചുപണികൾ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കുന്ന ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ വളരെ ശക്തമായി എഴുതി വച്ചിട്ടുണ്ട്. 106-ാമത്തെ സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 106:22 ചെങ്കടലിൽ ഭയങ്കര ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. സ്തോത്രം. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ എഴുതി വച്ചിരിക്കുകയാണ്, രക്ഷിതാവായ ദൈവത്തെ അവർ എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. പലപ്പോഴും അങ്ങനെയാ.
ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തെ ആവശ്യം. ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷേ അത്ഭുതം മാത്രമല്ല ദൈവ പൈതലേ, ജീവിതത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കാവലും ആഗ്രഹിക്കുന്ന ഓരോ അഭിഷക്ത തലമുറകളും കേവലം ഒരു അത്ഭുതത്തിൻ്റെ മറവിലോ കേവലം ഒരു അടയാളത്തിൻ്റെ മറവിലോ ആയിരിക്കേണ്ടതല്ല. അത്ഭുതങ്ങൾ മാറിപ്പോകും കേട്ടോ, അടയാളങ്ങളും മാറിപ്പോകും. ആമേൻ. സകലതും മാറിപ്പോകുമ്പോൾ മാറിപ്പോകാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ വചനത്തെ മാറോട് ചേർത്ത് വയ്ക്കാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാണെങ്കിൽ നിന്റെ കണ്ണിൽ പോലും കണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത തലങ്ങളിൽ ഉടബൽഖമന ദൈവത്തിൻ്റെ നിയോഗം നിന്നിൽ വെളിപ്പെടും. ആ നിയോഗം വെളിപ്പെടുമ്പോൾ ശത്രുക്കൾ ആമേൻ അടപടലം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിച്ചു. എന്താ ഉല്ലസിക്കേണ്ടേ? ആത്മാവ്. ആത്മാവ് പല നിലകളിലുണ്ട് കേട്ടോ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഏത് കഷ്ടത വന്നാലും ഏത് വേദന വന്നാലും ആമേ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിക്കണമെങ്കിൽ ഇവിടെ 1 തീമോഥെയോസ് ലേഖനം പൗലോസ് എഴുതുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 1, 2, 3 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തേശുവിൻ്റെയും കൽപ്പനപ്രകാരം ക്രിസ്തേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. ആമേൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഭാഗം പറയുന്നു നമ്മുടെ രക്ഷിതാവായ. അപ്പോൾ നമ്മുടെ രക്ഷിതാവ് ആരാണ്? നമ്മുടെ കർത്താവ്. ആമേൻ. നമ്മുടെ കർത്താവാണ് നമ്മെ വിടുവിക്കുന്ന, നമ്മെ നയിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടെ ഇരിക്കുന്നത് നമ്മുടെ രക്ഷിതാവാണ്. ഈ പ്രഭാതത്തിൽ ഒത്തിരി വിഷയങ്ങൾ ഫ്രണ്ടിൽ നിരത്തി വച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ വിഷയത്തിന് ഇന്ന് പകൽക്കാലം മറുപടിയാണ്. യെസ്, നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണോ പ്രാർത്ഥിക്കുന്നത്, ഈ മെസ്സേജ് കേൾക്കുന്നത്, ഇതിനകത്ത് ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി വെളിപ്പെടുകയാണ്. നിങ്ങളായിരിക്കുന്ന കൂടാരത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടും. ദൈവകുഞ്ഞെ, മനുഷ്യൻ തള്ളിയ സ്ഥലത്ത് ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ഉറപ്പായിട്ട് മനുഷ്യൻ നിന്നെ തള്ളുമ്പോൾ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും. മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തുമ്പോൾ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും. ആ ദൈവത്തിൻ്റെ മഹാകരുണയാണ് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരുണയാണ് ആ ചേർത്ത് പിടിക്കുന്നത്. യെസ്, ദൈവത്തിൻ്റെ മഹാകരുണയുടെ മറവിൽ ഇന്ന് പകൽക്കാലം നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിൻ്റെ മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുമ്പോൾ അടമനരഗത ശംഭവരാജകൾ കനാദികൾ കടകപരം ധുനി, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിൻ്റെ മറവിൽ ആയിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പകൽക്കാലം പറയുന്നത്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ആമേൻ. ഉറപ്പായിട്ടും ആമേൻ. സ്തോത്രം. എലിസബത്തിൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, മറിയയിൽ കൂടെ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ
ആമേൻ. അതിനകത്ത് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ തീത്തോസ് പറയുന്ന ഒരു ദൂത് വളരെ വ്യക്തവും ശക്തവുമാണ്. ആമേൻ. അവിടെ ഒന്നാമത്തെ വാക്യം മുതൽ ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും നമ്മൾ ശരിക്ക് പഠിക്കുമ്പോൾ, ഒന്നാമത്തെ വാക്യം, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം, ആമേൻ, സ്തോത്രം, എന്നെ ഫരമേൽപ്പിച്ച പ്രസംഗത്തിൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ ഓ റിബലബ ശംഭവരാജകൽക്കനാദി. യേസ്, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം. നോക്കൂ, ദൈവം എന്നെ ഫരമേൽപ്പിച്ചു. ദൈവം എന്നെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ ഈ പ്രഭാതത്തിൽ പൊടിക്കകത്തിരിക്കുകയാണ്. ഇല്ലേ സഹോദര? ഇല്ലേ അഭിഷക്തന്മാരെ? ദൈവം ഏൽപ്പിച്ചത് പൊടി പിടിച്ചിരിക്കുകയാണോ? തട്ടിക്കുടയണം. ദൈവം ഏൽപ്പിച്ചതൊന്നും ബാക്കി വയ്ക്കരുത്. അതെല്ലാം ചെയ്ത് തീർത്തോളണം. ദൈവം ഒരു ചെറിയ കാര്യം നമ്മെ ഏൽപ്പിച്ചാലും അത് കൃത്യമായി ചെയ്യണം. ഈ പ്രഭാതം അങ്ങനെയാണ് ദൈവാത്മാവ് പറയുന്നത്. ഒരു ചെറിയ കാര്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചാലും അത് കൃത്യമായി നമ്മൾ ചെയ്യണം. ദൈവത്തിനു മുമ്പിൽ നമ്മൾ കടക്കാരാകരുത്. നമ്മൾ കുറ്റക്കാരാക. കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് എന്താണോ അത് നാളത്തേക്കാക്കാതെ അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ അടുത്തൊന്ന് നിന്നെ ഏൽപ്പിക്കും. ഇന്ന് ദൈവം ഏൽപ്പിച്ചത് ചെയ്യാൻ വയ്യ. ലോകത്തിലെ മനുഷ്യനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബന്ധപ്പെടുകയാണ്. അവരെ അങ്ങോട്ട് നിർബന്ധിപ്പിക്കുക. പക്ഷെ നിങ്ങൾ ആമേൻ വീണുപോയി കേട്ടോ. അങ്ങോട്ട് ലോകമനുഷ്യനോട് പറഞ്ഞ് നിർബന്ധിപ്പിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവം ഏൽപ്പിക്കുകയല്ലേ? അല്ലെ? ഇവിടെ വായിച്ചതുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഫരമേൽപ്പിച്ചു. പ്രസംഗത്തിൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തി. കണ്ടോ? ദൈവം ഏൽപ്പിച്ചതാണ്. ദൈവം ഏൽപ്പിച്ചത് മാറ്റിവെക്കരുത്. ദൈവം ഏൽപ്പിച്ചതൊന്നും മാറ്റിവെക്കരുത്. ദൈവ പൈതലേ, ദൈവം ഏൽപ്പിച്ചത് മാറ്റിവെച്ചാൽ ആമേൻ ശുഭം വരികയില്ല. നാളത്തേക്കാകട്ടെ, അടുത്ത മാസം ആകട്ടെ, ആമേൻ, എല്ലാം ശരിയാകുമ്പോൾ ഞാൻ ചെയ്യാം. നോ, ദൈവം നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യാൻ വേണ്ടിയാ. ദൈവം നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യാൻ വേണ്ടിയാ. സങ്കടങ്ങൾ വരും, വേദനകൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ദൈവം നിന്നെ ഏൽപ്പിച്ചോ, അത് നീ ചെയ്യും. പുറകാലെ ബാക്കി ദൈവം നോക്കിക്കോളും. ആമേൻ. ദൈവം നിന്നെ ഏൽപ്പിച്ച ദൂത് നീ പറയാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. ദൈവം നിന്നെ ഏൽപ്പിച്ചതിനെ ചെയ്യാൻ നീ തയ്യാറാകുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചത് ചെയ്യണം. അതാണ് ദൈവനിയോഗം. അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഇവിടെ വായിച്ച വാക്യം കേട്ടോ. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. മനുഷ്യാത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്. ആമേൻ. വെളിച്ചപ്പാടൻ്റെ ആത്മാവുണ്ട്. സ്തോത്രം. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ആത്മാക്കൾ ഉണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ ഫലം കൊണ്ട് മാത്രമേ തിരിച്ചറിയൂ. ദൈവവൈതലേ, നമ്മളിൽ നിയോഗത്തിൻ്റെ ഫലങ്ങൾ വെളിപ്പെടട്ടെ. നമ്മളിൽ ദൈവപ്രവൃത്തി അതിശക്തമായി വെളിപ്പെടട്ടെ. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അപ്പൻ്റെ പൊന്നുകരം കൂടെ ഇരിക്കണമേ. കർത്താവെ, അങ്ങയുടെ രക്തവളപ്പിൽ സൂക്ഷിക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടിയത് കർത്താവ് തരണമേ. അങ്ങ് ഫരമേൽപ്പിച്ചത് ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങയുടെ വലിയ മഹത്വം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ആ രക്ഷിതാവായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിയോഗത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.